اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഇന്നലത്തതിൻ്റെ ബാക്കി 53-ാമത്തെ ഹിക്മത്താണ് നമ്മൾ പറയാൻ പോകുന്നത്. അള്ളാഹു ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് നൽകുന്ന ദിവ്യപ്രകാശത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ആദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ദിവ്യപ്രകാശത്തിന് ഇന്തിബാഹ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ അശ്രദ്ധയിൽ നിന്ന് അള്ളാഹു തആല ആ ദിവ്യപ്രകാശം അവന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് ഇറക്കുമ്പോൾ അവന്റെ ഹൃദയം അങ്ങ് ഉണരും. ഇനി രണ്ടാമത്തെ ഒരു അവസ്ഥ ഉണ്ട്, ഇഖ്ബാൽ എന്ന് അതിന് പറയാം. അതാണ് നമ്മൾ 53-ാമത്തെ ഹിക്മത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയുന്നത്. ഔറദ അലൈക്കൽ വാരിദ ലിയതസല്ലമക മിൻ യദിൽ അഗ്യാരി വയുഹദ്ദിറക മിൻ റിഖിൽ ആസാർ. ഔറദ അലൈക, അള്ളാഹു നിന്റെ മേൽ സമാഗതമാക്കിയിരിക്കുന്നു അൽ വാരിദ, ദിവ്യപ്രകാശത്തെ. ഇന്നലത്തെ തന്നെയാണ് പറയണത്. ഔറദ അലൈക, അള്ളാഹു നിന്റെ മേൽ സമാഗതമാക്കിയിരിക്കുന്നു അൽ വാരിദ, ദിവ്യപ്രകാശത്തെ. എന്തിനു വേണ്ടി? ലിയതസല്ലമക മിൻ യദിൽ അഗ്യാരി, ലിയതസല്ലമക, നിന്നെ ഏറ്റെടുക്കാൻ വേണ്ടി. മിൻ യദിൽ അഗ്യാരി, അന്യകരങ്ങളിൽ നിന്ന് നിന്നെ ഏറ്റെടുക്കാൻ വേണ്ടി. അന്യകരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു അല്ലാത്തത് എന്തൊക്കെ ഉണ്ടോ അതിനൊക്കെ ഒഴിവായി നിന്നെ മാത്രം ഏറ്റെടുക്കാൻ വേണ്ടി. മാത്രമല്ല വയുഹദ്ദിറക മിൻ റിഖിൽ ആസാർ, സൃഷ്ടികളുടെ അടിമത്വത്തിൽ നിന്നെ സ്വതന്ത്രമാക്കാൻ വേണ്ടി. സൃഷ്ടികൾ, ലോകത്തുള്ള സൃഷ്ടികളുണ്ടല്ലോ, ആ സൃഷ്ടികളുടെ അടിമത്വത്തിൽ നിന്ന് നിന്നെ സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ടും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ടാമത്തെ ദിവ്യപ്രകാശം ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് നൽകി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു അല്ലാത്ത സകല വസ്തുക്കളെ തൊട്ടും അവന്റെ ചിന്ത മറിഞ്ഞു പോകും. വെറും അള്ളാഹുവിൽ മാത്രമായിരിക്കും അവന്റെ എന്തുണ്ടാകുക? ഫോക്കസ് ഉണ്ടാകുക. മാത്രല്ല സൃഷ്ടികളുമായുള്ള ചിന്തകളൊക്കെ അവന് എന്ത് ചെയ്യും? മാഞ്ഞു പോകും. ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലാ യസാലു മുസ്തഖിലൻ ബിദിക്രിഹി, അല്ലാഹു തആലാനെ തൊട്ടുള്ള, അള്ളാഹുവിനെ കൊണ്ടുള്ള ദിക്റിൽ ഒരു മനുഷ്യൻ ജോലിയാകുമ്പോ ഗായിബൻ അൻ ഗൈരിഹി, അള്ളാഹു അല്ലാത്തവരെ തൊട്ടൊക്കെ അവൻ എന്ത് ചെയ്യും? അള്ളാഹു അല്ലാത്ത ഏതൊക്കെ വസ്തുക്കളുണ്ടോ അതൊക്കെ അവനെ തൊട്ട് മറഞ്ഞു പോകും. അള്ളാഹു മാത്രം അവനക്ക് എന്ത് ചെയ്യും? വെളിവാകും. യംതലിഉൽ ഖൽബു, അവന്റെ ഹൃദയം നിറയും. ഹൃദയം നിറയും. ബിൻ നൂരി, അള്ളാഹുവാകുന്ന ദിവ്യപ്രകാശം കൊണ്ട് അവന്റെ ഹൃദയം അങ്ങ് നിറയും. വയഗീബു അമ്മാ സിവ, അള്ളാഹു അല്ലാത്ത ഏതൊക്കെ വസ്തുക്കളുണ്ടോ അതിനെ തൊട്ടൊക്കെ എന്ത് ചെയ്യും? അവൻ ഒഴിവായി അള്ളാഹുവിൽ മാത്രം ഫോക്കസ് ആകുന്നൊരവസ്ഥ. ഈ അള്ളാഹു നൽകുന്ന ഈ വാരിദിനിക്ക് തജല്ലി എന്നും പേരുണ്ട്. ഞാൻ തജല്ലിയെ കുറിച്ച് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു. തജല്ലി ബിൽ അസ്മാ ഉണ്ട്, തജല്ലി ബി സിഫാത്ത് ഉണ്ട്, തജല്ലി ബി ദാത്തും ഉണ്ട്. ഇൻഷാ അള്ളാഹ് അത് വേറൊരു സമയത്ത് അത് പൂർണ്ണമായി നമുക്ക് പറയാം. അപ്പൊ അത് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വിഷയം എന്താവൂല, ക്ലിയർ ആവൂല. അപ്പൊ ബഹുമാനപ്പെട്ടവർ പറയണ്, ഔറദ അലൈക, അള്ളാഹു നിന്റെ മേൽ സമാഗതമാക്കിയിരിക്കുന്നു അൽ വാരിദ, ദിവ്യപ്രകാശത്തെ. എന്തിനു വേണ്ടിയിട്ടാണ്? അന്യകരങ്ങൾ ഉണ്ടല്ലോ, അതൊരു ആലങ്കാരികമായിട്ട് പറഞ്ഞ അന്യകരങ്ങൾ എന്നൊക്കെ. അള്ളാഹു അല്ലാത്ത സകല വസ്തുക്കളെ തൊട്ടും നീ ഒഴിവായി നിന്നെ അള്ളാഹു താലാക്കി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്? ഈ ദിവ്യപ്രകാശം നിന്റെ ഹൃദയത്തിൽ അള്ളാഹു താല എന്ത് ചെയ്യണത്? തരുന്നത്. മാത്രമല്ല മറ്റുള്ള സൃഷ്ടികളുണ്ടല്ലോ, ആ സൃഷ്ടികളുടെ അടിമത്വത്തിൽ നിന്ന് നിന്നെ സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ടുമാണ്. അള്ളാഹു താല അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് നൽകട്ടെ. ഇവിടെ പ്രധാനമായും ചില കാര്യങ്ങൾ പറയാനുണ്ട്.
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അള്ളാഹുവിന്റെ ദിവ്യപ്രകാശം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്കാണ് അത് ഇറങ്ങുക. ഹൃദയത്തിലേക്കാണ് ഇത് ഇറങ്ങുക. എല്ലാ ഹൃദയത്തിലേക്കും അത് ഇറങ്ങൂല. അത്തനസുലാത്തുൽ ഇലാഹിയ എന്ന് പറയുന്ന കിതാബിന്റെ തുടക്കത്തിൽ തന്നെ കാണാം, അൽ ഹുബ്ബു യഖ്താറുൽ ഖുലൂബ. ഹുബ്ബ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ദിവ്യപ്രകാശം ഉണ്ടല്ലോ, അതാണ് ഹൃദയങ്ങൾ എന്ത് ചെയ്യണത്, തെരഞ്ഞെടുക്കണത്. ഞാൻ പോകാൻ പറ്റുന്ന ഹൃദയങ്ങൾ ഏതാണ് എന്ന് അത് നോക്കും. അൽ ഹുബ്ബു യഖ്താറുൽ ഖുലൂബ്, ഹൃദയങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ആ ഹുബ്ബാണ്. അല്ലത്തി, എങ്ങനത്തെ ഹൃദയങ്ങളാണ്, തസ്തഹിഖു അൻ യൻസില ഫീഹ, ആ ഹുബ്ബിന് ഇറങ്ങാൻ പറ്റുന്ന ഇടമാണോ എന്ന് എന്ത് ചെയ്യും, അത് നോക്കും. ഞാൻ ചെല്ലാൻ പറ്റുന്ന ഇടമാണോ, കിർബിർ, ഹസദ്, ഉജ്ബ്, റിയാ, ഷഹ്ബത്ത് പോലത്തെ സാധനങ്ങൾ അവിടെ ഉണ്ടോ, ഉണ്ടെങ്കിൽ ആ സാധനത്തേക്ക് എന്ത് കടക്കൂല, അള്ളാഹുവിന്റെ ഹുബ്ബാകുന്ന ദിവ്യപ്രകാശം കടക്കൂല. അത് പൂർണ്ണമായും സംസ്കരിച്ച് കളഞ്ഞ ഹൃദയമാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, അതുകൊണ്ട് ത്വഹിറു ഖുലൂബക്കും ലിൽ ഹുബ്ബ്, അള്ളാഹുവിന്റെ വാരിദാത്തുകളാകുന്ന ഹുബ്ബ്, അതിനു വേണ്ടി നീ നിന്റെ ഹൃദയം എന്ത് ചെയ്യാ, നീ ശുദ്ധിയാക്ക. ഹൃദയം ശുദ്ധിയായാലേ ഈ വാരിദാത്തുകൾ അള്ളാഹു താല ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് എന്തുള്ളൂ, തീരുള്ളൂ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്നാണ്, നമ്മളെ റൂഹ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് എല്ലാ സമയത്തും ദിക്റിലാണ്. അത് ഒരു സെക്കൻഡ് പോലും എന്ത് ചെയ്യുന്നില്ല, ദിക്ർ മുറിയുന്നില്ല. അള്ളാഹു താല ഖുർആന് പറയുന്നുണ്ടല്ലോ, തുസബ്ബിഹു ലഹു സമാവാതു സബ്ഉ വൽ അർളു, 7 ആകാശവും 7 ഭൂമികളും അതിലുള്ളത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അള്ളാഹു താലാക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തസ്ബീഹ് ചെല്ലുന്നുണ്ട്. അല്ലേ? ഫൈമിൻ ഷൈഇൻ, ഒരൊറ്റ വസ്തുക്കളുമില്ല ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, അള്ളാഹു താലാക്ക് തസ്ബീഹ് ചെല്ലാത്ത ലോകത്തൊരു വസ്തു പോലും ഇല്ല, എല്ലാം തസ്ബീഹിലുണ്ട്. അതേമാതിരി തന്നെയാണ് നമ്മുടെ ഏത് ആത്മാവും. കാരണം അള്ളാഹു താല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഫൈദാ സവ്വൈതുഹു, അള്ളാഹു താല മലായികത്തിനോട് പറയുന്നുണ്ട്, ഫൈദാ സവ്വൈതുഹു, ഞാൻ ആദം നബിക്ക് രൂപം നൽകിയാൽ, വനഫഹ്തു ഫീഹി മിൻ റൂഹി, എന്റെ ആത്മാവിൽ നിന്ന് ഞാൻ അതിൽ ഊതിയാൽ, എന്റെ ആത്മാവിൽ നിന്ന് ഞാൻ അതിൽ ഊതിയാൽ. അപ്പൊ ഈ റൂഹ് എന്ന് പറയുന്നത് അള്ളാഹുവുമായി ബന്ധമുള്ള സാധനമാണ്. ഊതപ്പെട്ട ആത്മാവാണ്. 2 ആത്മാവുണ്ട്, ഊതപ്പെട്ട ആത്മാവുണ്ട്, സൃഷ്ടിക്കപ്പെട്ട ആത്മാവുണ്ട്. ഊതപ്പെട്ട ആത്മാവ് ആരെ മാത്രമേ ഉള്ളൂ, മനുഷ്യന്മാരത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ എന്താണ്, സൃഷ്ടിക്കപ്പെട്ട ആത്മാവാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും അള്ളാഹുവിന്റെ മഅരിഫത്തിനെ പൂർണ്ണമായി അവർക്ക് അറിയാൻ കഴിയില്ല. കാരണം എന്താ, അതൊക്കെ സൃഷ്ടിക്കപ്പെട്ട ആത്മാവാണ്. അസ്ലി ശരിക്കും ആരാണ്, മനുഷ്യനാണ്. അതുകൊണ്ട് ആത്മാവ് എല്ലാ സമയത്തും എന്താണ്, ദിക്റിലാണ്. ആത്മാവ് എല്ലാ സമയത്തും ദിക്റിലാണ്. പിന്നെ ഏത് ഹൃദയത്തിനോടാണ് നന്നാകാൻ പറയണത്, റൂഹിനോടല്ലേ നന്നാകാൻ പറയണത്, നഫ്സിനോടാണ് നന്നാകുക എന്ന് പറയണത്. റൂഹിനെ ഒന്നും ചെയ്യാൻ ഒരാൾക്കും കഴിയില്ല. കാരണം എന്താണ്, അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ വഹദാനിയത്തിനെ ചോദ്യം ചെയ്യലാവുള്ളൂ. നഫ്സിനെ മാത്രമേ ശൈത്താന് കീഴ്പ്പെടുത്താൻ കഴിയുള്ളൂ. അല്ലാതെ റൂഹിനെ ഒന്നും ചെയ്യാൻ ആർക്കും എന്ത് ചെയ്യൂല, അവകാശമല്ല, കഴിയില്ല. അതിന് ഉറക്കല്ല, അതിനെ കളങ്കപ്പെടുത്താൻ കഴിയില്ല, അതിന് മരണല്ല. ലാ തഖുദുഹു സിനത്തും വലാ നൗം, അതൊക്കെ അതിനും ബാധകമാണ്. കാരണം എന്താണ്, അത് ഊതപ്പെട്ട ആത്മാവാണ്. പിന്നെ ഇപ്പൊ ഈ ശുദ്ധിയാക്കാൻ പറഞ്ഞത് ഏതാണ്, ഏത് ഹൃദയത്തിലെ അള്ളാഹുവിന്റെ വാരിദാത്തുകൾ വരിക? അൽ ഖൽബ് എന്ന് പറയുന്ന ഒരു പാഠമുണ്ട്. അൽ ഖൽബു ഹുവ ബൈത്തുല്ലാഹിൽ മുഖദ്ദസ്, ഹൃദയം എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനമാണ്. അള്ളാഹു ഇരിക്കേണ്ട സ്ഥലമാണ് ഏത്, ഒരു മനുഷ്യന്റെ ഹൃദയം. ബൽ എന്നല്ല, ഹുവ അഖ്ദസുൽ ബുയൂത്തി അലൽ ഇത്ലാഖ്, ഏറ്റവും പരിശുദ്ധമായ വീടാണ് ഏത്, ഒരു മനുഷ്യന്റെ ഹൃദയം. കാരണം എന്താ, ലോകത്തൊരു വസ്തുവിനും അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല. 7 ആകാശങ്ങൾക്കോ 7 ഭൂമികൾക്കോ ഒന്നും അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം ഏത് മാത്രമേ ഉള്ളൂ, ഖൽബുൽ മുഅ്മിനി അർശുർ റഹ്മാൻ, ഒരു മനുഷ്യന്റെ ഹൃദയം മാത്രമേ ഉള്ളൂ. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, ഹൈസു ഇസ്തൗദഅഹുല്ലാഹു അസ്റാറഹു, ഹൈസു എത്രത്തോളം എന്നറിയോ, ഇസ്തൗദഅഹുല്ലാഹു അസ്റാറഹു, അള്ളാഹു ആ സിറുകൾ, രഹസ്യങ്ങൾ മുഴുവൻ സൂക്ഷിച്ചത് എവിടെ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലാണ്. വബസ്സ ഫീഹി അൻവാറഹു, അള്ളാഹുവിന്റെ അൻവാർ, നൂറാനിയത്തില്ലേ,
അത് വിതരണം ചെയ്യപ്പെട്ട സ്ഥലം എവിടെയാണ്? ഒരു മനുഷ്യന്റെ ഹൃദയമാണ്. അല്ലത്തി, ശ്രദ്ധിക്കണം, അല്ലത്തി എങ്ങനത്തെ അൻവാറുകളാണ്, ലാ യതഹമ്മലുഹ, അതിനെ ചുമക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ തജല്ലിയാത്തുകളെയോ വാരിദാത്തുകളെയോ ചുമക്കാൻ കഴിയില്ല. അൽ അർഷു വലൽ കുർസിയു വലൽ ബൈത്തുൽ മഅമൂറു വലൽ മലായികത്തുൽ കിറാം. അള്ളാഹുവിന്റെ അർശിനോ കുർസിയിനോ ബൈത്തുൽ മഅമൂറിനോ മലായികത്തുൽ കിറാമിനോ അള്ളാഹുവിന്റെ നൂറുകൾ എന്ത് ചെയ്യാൻ കഴിയില്ല? തഹമ്മുൽ ചെയ്യാൻ കഴിയില്ല, ചുമക്കാൻ കഴിയില്ല. ചുമക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ ആര് മാത്രമേ ഉള്ളൂ? മനുഷ്യന്മാരാണ്. മനസ്സിലാവുണ്ടോ? അപ്പൊ അള്ളാഹു നൽകുന്നത് ആരിലേക്കാണിത്? മനുഷ്യന്മാരിലേക്ക് തരുള്ളൂ. കാരണം മനുഷ്യന്മാർക്ക് അത് കഴിയുള്ളൂ. അങ്ങനെയാണ് അള്ളാഹു താല ഓലെ പടച്ചിട്ടുള്ളത്. അള്ളാഹുവിനെ അറിയാൻ വേണ്ടി ഖാസായി പടച്ച ആൾക്കാരാണ് ആര്? മനുഷ്യന്മാര്. ആ മനുഷ്യന്മാർക്ക് മാത്രമേ അള്ളാഹു താലാനെ അറിയാനും അള്ളാഹു താലാനെ മനസ്സിലാക്കാനും കഴിയുള്ളൂ. വേറെ ലോകത്തൊരാൾക്കും കഴിയില്ല. എന്നിട്ട് അതിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ, എല്ലാവരും ശ്രദ്ധിക്കണേ. അമ്മർ റൂഹു, ആത്മാവ് എന്ന് പറയുന്നത് ഫഹിയ മിൽക്കുൻ ഖാലിസുൻ ലില്ലാഹ്, അത് അള്ളാഹുവിന്റെ മിൽക്കിലുള്ള സാധനം, അള്ളാഹിന്റെ അധികാരത്തിലുള്ള സാധനമാണ് റൂഹ്. അതിന് ആർക്കും അതിന്റെ മേൽ എന്തില്ല? ഒരാൾക്കും അതിന്റെ മേൽ അധികാരമില്ല. ഒന്നും ചെയ്യാൻ അതിന് കഴിയില്ല. അത് മിർആത്തുൻ, അതൊരു കണ്ണാടിയാണ്. സ്വാഫിയത്തുൻ, തെളിഞ്ഞ ഒരു കണ്ണാടി. ലിദുഹൂരില്ലാഹി, അള്ളാഹു താല വെളിവാകാൻ വേണ്ടി, അള്ളാഹു താലാക്ക് വെളിവാകാൻ വേണ്ടി തെളിഞ്ഞ ഒരു കണ്ണാടിയാണ് ഏത്? ഒരു മനുഷ്യന്റെ ആത്മാവ് എന്ന് പറയുന്നത്. ലാ യൽഹറു ഫീഹാ സിവാഹ്, അല്ലാതെ ഒന്നും അതിലെന്ത് ചെയ്യൂല? വെളിവാകൂല. വലാ യൻതബിഉ ഫീഹാ ഗൈറുഹു, അള്ളാഹു താലാക്കല്ലാതെ അതിൽ ഒരിക്കലും ഒരാൾക്കും സ്ഥിരമാകാനും എന്ത് ചെയ്യൂല? കഴിയില്ല. ഫല്ലാഹു തആല യൽഹറു ലിൽ അർവാഹ് വലാകിൻ മിൻ വറാഇ ഹിജാബിൻ നുഫൂസ്, അള്ളാഹു താല അവിടെ വെളിവാകും, പക്ഷെ ചില മറകളിലൂടെ എന്ത് ചെയ്യുള്ളൂ? അള്ളാഹു താല എന്ത് ചെയ്യുള്ളൂ? വെളിവാകും. ഫൈദർതഫഉൽ ഹിജാബ്, ആ ഹിജാബ് അങ്ങ് ഉയർന്നാൽ ഫഖദ് അബാഹല്ലാഹു ലക ജമാലഹു, അള്ളാഹുവിന്റെ ജമാലിയത്ത് നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? കാണാൻ കഴിയും. മാത്രമല്ല വഅദിന ബിവിസാലിഹി, അള്ളാഹുവിലേക്കുള്ള പൂർണ്ണമായ വിസാലിനിക്കുള്ള സമ്മതവും അള്ളാഹു നിനക്ക് നൽകുക, പൂർണ്ണമായി അള്ളാഹുവിലേക്ക് അണയാനുള്ള സമ്മതം. അങ്ങനെ ഫയകുമുലുൽ ജദ്ബു, ആ ഉന്മാദ അവസ്ഥ ഉണ്ടല്ലോ, ഉന്മാദത്തിന്റെ അവസ്ഥ, ലഹരിയുടെ അവസ്ഥ, അതങ്ങോട്ട് പൂർണ്ണമാകും. വലൽ ഇജ്തിബാ, അള്ളാഹു പൂർണ്ണമായി നിന്നെ തെരഞ്ഞെടുക്കും. വൽ ഖുർബു, അള്ളാഹുവിനോട് നീ ഏറ്റവും അടുക്കും. വൽ ഇസ്തിഫാ, ഏറ്റവും ഉന്നതമായ ഇസ്തിഫാഇന്റെ അവസ്ഥയിലേക്ക് അള്ളാഹു തആല എന്ത് ചെയ്യും? ഒരു മനുഷ്യനെ ഉയർത്തും ചെയ്യും. അപ്പൊ അള്ളാഹുവിന്റെ വാരിദാത്തുകൾ ഇറങ്ങാൻ പറ്റുന്ന ഹൃദയമാണോ നമ്മളെ ഹൃദയം? അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? പരിശോധിക്കണം. അങ്ങനെ ഇറങ്ങാൻ പറ്റാത്ത ഹൃദയമാണെങ്കിൽ ഏതൊക്കെ വസ്തുക്കൾ കാരണമാണ് അള്ളാഹുവിന്റെ വാരിദാത്തുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങാത്തത്? നമ്മളത് പരിശോധിക്കണം. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹുവിന്റെ വാരിദാത്തിന് തടസ്സമാകുന്ന എന്ത് രോഗമാണ് എൻ്റെ ഹൃദയത്തിലുള്ളത്? ഒരു ചെറിയൊരു മുട്ടുവേദന വന്നാല്, തലവേദന വന്നാല്, ഏതെങ്കിലും ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് വേദന വന്നാൽ വേഗം നമ്മൾ മൗലാനിക്ക് പോകലുണ്ട്, അൽഷിഫിക്ക് പോകലുണ്ട്. എവിടെയാണ് ഡോക്ടർമാരുള്ളത് വെച്ചാൽ അവിടേക്ക് പെട്ടെന്ന് പോകലുണ്ട്. എന്ത് പരിഹാരമാണ് അതിനുള്ളത് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ കാണും ചെയ്യും, അല്ലേ? എന്തൊക്കെ ടെസ്റ്റുകൾ അവർ പറഞ്ഞാലും, എത്ര പൈസന്റെ ടെസ്റ്റ് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും? ആ ടെസ്റ്റ് ചെയ്യും, അല്ലേ? ആ ടെസ്റ്റ് നമ്മൾ ചെയ്യൂല. കാരണം എന്താ? നമ്മളെ ശരീര ആരോഗ്യത്തിന്റെ പ്രശ്നം. അതേ വിഷയം നമുക്ക് ഏതിനുണ്ട്? നമ്മളെ നഫ്സിനുക്കുണ്ട്. നഫ്സിന്റെ മാറാവ്യാധിയാണ് അഹങ്കാരം. അതിനാരാ ചികിത്സ കൊടുക്കല്? അതിനാരാ മരുന്ന് കൊടുക്കല്? അതിനാരാ ടെസ്റ്റ് നടത്തല്? എനിക്ക് ഉണ്ടോന്ന് നോക്കലാരാണ്? ആരുമില്ല. നമ്മളെല്ലാം തികഞ്ഞവരാണെന്നുള്ള ചിന്ത നമുക്ക് വന്നുപോയി. എല്ലാം തികഞ്ഞവരാണെന്നുള്ള ചിന്ത വന്നുപോയി. ഒരാലിമായ ഒരാള് പ്രസംഗിക്കുന്ന സമയത്ത് ശരിക്കും അവന്റെ എല്ലാ എഴുത്തിമാതും അവർ ഉസ്താദുമാരായിരിക്കണം. മഹാന്മാര് പറയുന്നുണ്ട് ഏതൊരു ആലിമിന്റെയും മമ്പ അവനവരുടെ ഉസ്താദന്മാരാണ്. സ്വന്തം നഫ്സിലേക്ക് ചേർത്തി കഴിഞ്ഞാൽ അത് അഹങ്കാരവും, ഉസ്താദിലേക്ക് ചേർത്തി കഴിഞ്ഞാൽ അതാണ് ശരിക്കും ഗുരുത്വപുരുത്തം എന്ന് പറയുന്ന സാധനം. അല്ലാത്തതിനൊക്കെ എന്താണ്? അതാണ് ഇപ്പൊ ഇന്ന് ലോകത്ത് നടക്കുന്നത്. നഅൂദുബില്ലാ, പടച്ച റബ്ബ് കാക്കട്ടെ. വല്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആൾക്കാര് പരിശോധിക്കുക, എന്താണ് അള്ളാഹുവിന്റെ തജല്ലി ഇറങ്ങാൻ പറ്റാത്ത എന്ത് രോഗമാണ് എനിക്കുള്ളത്? അതിന് ഞാൻ എന്ത് ചികിത്സ വേണം? എന്ത് ഞാൻ കൊടുക്കണം? ഞാൻ നിസ്കരിക്കണുണ്ടല്ലോ, നോമ്പ് നോൽക്കുന്നുണ്ടല്ലോ, സുന്നത്തുകൾ എടുക്കുന്നുണ്ടല്ലോ, കുറെയൊക്കെ ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, എന്നിട്ടും എൻ്റെ അഹങ്കാരം പോകുന്നില്ലെങ്കിൽ എന്താണ് അതിനുള്ള വഴി? എൻ്റെ അസൂയ എപ്പോഴും മാറുന്നില്ല,
മറ്റുള്ളവർക്ക് എന്തെങ്കിലും അള്ളാഹു താല നിഅമത്ത് കൊടുക്കുമ്പോ അതിൽ എനിക്ക് എന്ത് ചെയ്യാണ്? അസൂയ വരികയാണ്. അത് ഇല്ലാതെയാകണം എന്നുള്ള ചിന്തയാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. എന്ത് പരിഹാരം വേണം? നിസ്കരിക്കുന്ന സമയത്ത് മറ്റുള്ളവരെ കാണണം എന്നുള്ള ചിന്തയാണ് എനിക്ക് വരുന്നത്. അത് പോകാൻ ഞാൻ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ അതുപോലത്തെ ഏതൊക്കെ വസ്തുക്കളുണ്ടോ അതിനൊക്കെ നമ്മൾ ഇല്ലായ്മ ചെയ്യുക. അള്ളാഹുവിന്റെ സൃഷ്ടികളോട് നമുക്ക് ദേഷ്യം വരുന്നുണ്ടോ? അകാരണമായി ദേഷ്യം വരുന്നുണ്ടോ? അത് എവിടുന്ന് വന്നു? എന്താണ് അതിന്റെ ഉത്ഭവം? അത് ഇല്ലായ്മ ചെയ്യാൻ എന്ത് വേണം? ഒരാളെ ഗീബത്ത് പറയുന്ന മനസ്സ് വരുന്നുണ്ടോ? നമീമത്ത് പറയുന്ന മനസ്സ് വരുന്നുണ്ടോ? അതിനെ കഴുകിക്കളയാൻ ഞാൻ എന്ത് ചെയ്യണം? അമ്മാറത്തുൽ ഉവ്വാമത്തി എന്ന് പറയുന്ന അള്ളാഹു താല തന്നെ ഫിറ്റ് ചെയ്ത രോഗങ്ങളുണ്ടല്ലോ എൻ്റെ ഹൃദയത്തിൽ, അതാണോ ഇതിന്റെ പിന്നിൽ തടസ്സം? അതിനെ ശുദ്ധീകരിക്കാൻ എന്ത് വേണം? അത് നമ്മൾ പരിശോധിക്കുക. ഓരോ ആളുകളുടെ ഹൃദയത്തിലുള്ളതും അവരവർക്ക് അറിയാൻ കഴിയും. ഇപ്പൊ എനിക്ക് എന്തൊക്കെ ഉണ്ട് എന്ന് എനിക്കറിയാൻ കഴിയും. അത് നമ്മൾ തന്നെ എന്ത് ചെയ്താൽ മതി? ഹാസിബു ഖബ്ല അൻ തുഹാസബ്. യഥാർത്ഥ ഒരു വിചാരണ വരുന്നുണ്ട്. ആ വിചാരണക്ക് മുമ്പ് നീ സ്വയം ഒരു വിചാരണ നടത്തുക. എൻ്റെ എല്ലാ സമ്പത്തും ഞാൻ അള്ളാഹു താലാക്ക് വേണ്ടിയിട്ടാണോ ചെലവഴിക്കുന്നത്? എൻ്റെ കുടുംബങ്ങൾക്ക് ഞാൻ കൊടുക്കുന്നത് അള്ളാഹു താലാക്ക് വേണ്ടിയിട്ടാണോ കൊടുക്കുന്നത്? നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, ഇപ്പൊ ടവ്വലിടലാവട്ടെ, തൊപ്പിടലാവട്ടെ, മൊബൈൽ ഉപയോഗമാകട്ടെ, ചിരിക്കലാവട്ടെ, പരസ്പരമുള്ള മുആനക്കയാകട്ടെ, അതൊക്കെ ആർക്ക് അള്ളാഹു താലാക്ക് വേണ്ടിയിട്ടാണ്. അതല്ല മറ്റുള്ളവന്റെ പോക്കറ്റിന്റെ കാശ് കിട്ടാനാണോ? അല്ലെങ്കിൽ ഓനെ തൃപ്തിപ്പെടുത്താനാണോ? ഓൻ്റെത് വല്ലതും അടിച്ചു മാറ്റാനാണോ? ആ ചിന്തയാണെങ്കിൽ അതിലൊന്നും എന്തില്ല, അസിലില്ല. അത് നാളെ ആഖിറത്തിൽ അള്ളാഹു താല പറയുന്നതാണ്. അതൊന്നും നീ എനിക്ക് വേണ്ടി ചെയ്തതല്ല, അതുകൊണ്ട് അതിനൊന്നുള്ള എന്തില്ല, സവാബ് എൻ്റെ അടുത്തില്ല. അത് നീ ആർക്കാവ് ചെയ്തെന്ന് വെച്ചാൽ അവരടുത്ത് പോയി ചോദിച്ചോ എന്ന് അള്ളാഹു താല പറയും. അപ്പൊ എല്ലാം അള്ളാഹുവിലേക്ക് ആകുന്നൊരവസ്ഥ നമുക്ക് ഉണ്ടാകുമ്പോ, മുഴുവനായിട്ടും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നമുക്ക് ഉണ്ടാകുമ്പോ, പടിപടിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ വാരിദാത്തുകൾ നമുക്ക് തരും. അത് ഘട്ടം ഘട്ടമായിട്ടേ തരുള്ളൂ. ഒന്നാകെ തരില്ല. ഒന്നാകെ തന്നു കഴിഞ്ഞാൽ നമ്മൾ കത്തിപ്പോവും. ഇൻഷാ അള്ളാഹ് അതെങ്ങനെയാണ്, മൂസാ നബിക്കുള്ള തജല്ലി എങ്ങനെയാണ്, റസൂലുള്ളാഹിന്റെ തജല്ലി എങ്ങനെയാണ്, ഇൻഷാ അള്ളാഹ് അടുത്ത ഒരു 54-ാമത്തെ ഒരു ഹിക്മത്തും കൂടി പറയാണ്ട്, എന്നാൽ അത് പൂർണ്ണമാവുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ പൂർണ്ണമായി അനുഭവിക്കാനും ആസ്വദിക്കാനും ആ രൂപത്തിൽ മരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.